നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം പട്ടാമ്പി റോഡിലെ സപ്ലൈകോയുടെ വെയർഹൌസ് ഗോഡൌണിൽ തീപിടുത്തം. ചാക്കുകളിലാക്കി സൂക്ഷിച്ച അരി, ഗോതമ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കത്തിനശിച്ചു. ലഹരി ഉപയോഗിച്ച് ഡ്രൈവിംഗ്. കുന്നംകുളത്ത് ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ബസ്സുകളും കസ്റ്റഡിയിലെടുത്തു. പരിശോധനകൾ തുടരുമെന്ന് പോലീസ്. ഇരുമുപ്പെട്ടി കടങ്ങൂർ റോഡ് സെന്ററിൽ പ്രവർത്തിക്കുന്ന ഏതൻസ് ഫുഡ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയ ബീഫ് റോസ്റ്റിൽ ചത്ത പഴുതാര. സ്ഥാപനം ആരോഗ്യവകുപ്പ് പൂട്ടിച്ചു. മണത്തല മുല്ലത്തറ വളവ് മരണക്കെണിയാകുന്നു. ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പാലയൂർ പിലാക്കൽ 60 വയസ്സുള്ള റഷീദാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കുന്നംകുളം പട്ടാമ്പി റോഡിലെ സപ്ലൈകോയുടെ വെയർഹൌസ് ഗോഡൌണിൽ തീപിടുത്തം. ചാക്കുകളിലായി സൂക്ഷിച്ച അരി, ഗോതമ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കത്തിനശിച്ചു. ശനിയാഴ്ച വൈകിട്ട് 3 മണിയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത്. ഗോഡൌണിന്റെ ഷീറ്റുകൾ മാറ്റുന്നതിനായി വെൽഡിംഗ് വർക്കുകൾ നടന്നിരുന്നു. ഈ വെൽഡിംഗ് വർക്കിനിടെ തീപ്പൊരി വീണതാകാം അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് നിഗമനം. കുന്നംകുളം അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസർ B. വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനാ സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. ഗോഡൌണിൽ ടൺ കണക്കിന് അരി, ഗോതമ്പ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉള്ളതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്ന് അധികൃതർ അറിയിച്ചു. ഗോഡൌണിലെ അരിയും ഗോതമ്പും പുറത്തേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു. അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥരായ ദിലീപ് കുമാർ, ബെന്നി മാത്യു, രവീന്ദ്രൻ, ആദർശ്, ഹരിക്കുട്ടൻ, വിപിൻ, പവിത്രൻ, ഷിനോജ്, ജിഷ്ണു, നിഖിൽ, ശ്രീനിവാസ് നേതൃത്വത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കുന്നത്. മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസും ഉപയോഗിച്ച് സർവീസ് നടത്തിയ സംഭവത്തിൽ 2 ബസ്സുകളിൽ നിന്നായി ഡ്രൈവറെയും കണ്ടക്ടറെയും കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ 2 ബസ്സുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൂണ്ടൽ പെലക്കാട്ട് പയ്യൂർ സ്വദേശി ആലുക്കൽ വീട്ടിൽ 46 വയസ്സുള്ള ശ്രീകൃഷ്ണനെയും ഇയാളോടിച്ച MKK ബസ്സും വെള്ളാറ്റഞ്ഞൂർ കുറുവന്നൂർ സ്വദേശി കൊടത്തിൽ വീട്ടിൽ 21 വയസ്സുള്ള അജിത്തിനെയും ഇയാൾ കണ്ടക്ടറായി ജോലി ചെയ്യുന്ന ഫിസുമോൻ ബസ്സുമാണ് കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. കഴിഞ്ഞ ദിവസം കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഈ സാഹചര്യത്തിലാണ് കുന്നംകുളം പോലീസ് സ്വകാര്യ ബസ്സുകളിൽ പരിശോധന ശക്തമാക്കിയത്. പരിശോധനയ്ക്കിടെയാണ് മദ്യപിച്ച് വാഹനമോടിച്ച ശ്രീകൃഷ്ണനെയും കണ്ടക്ടർ ജോലിക്കിടെ നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസ് ഉപയോഗിച്ച അജിത്തിനെയും പോലീസ് പിടികൂടിയത്. ഇരുവരുടെയും ലൈസൻസ് റദ്ദ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചതായും വരും ദിവസങ്ങളിൽ മേഖലയിൽ പരിശോധന ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം. ചാവക്കാട് മണത്തല മുല്ലത്തറയിൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പാലയൂർ പിലാക്കൽ 60 വയസ്സുള്ള റഷീദാണ് മരിച്ചത്. ഇന്ന് രാവിലെ 9:10 കൂടിയായിരുന്നു അപകടം. മണത്തലയിൽ നിന്ന് ചാവക്കാട്ടേക്ക് പോവുകയായിരുന്ന ഇരുവാഹനങ്ങളും മുല്ലത്തറ തിരിവിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ റഷീദിനെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹം. ഫാത്തിമ ഭാര്യയും ഫസീല മകളുമാണ്. കബറടക്കം അങ്ങാടിത്താഴം പള്ളി ഖബർസ്ഥാനിൽ നടക്കും. മണത്തല മുല്ലത്തറ വളവ് മരണക്കെണിയാകുന്നു. നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ആക്ഷേപം ശക്തമാവുകയാണ്. ഇന്നുണ്ടായ അപകടത്തിലടക്കം മാസങ്ങൾക്കിടെ 2 ജീവൻ പൊലിയുകയും നിരവധി പേർക്ക് അപകടങ്ങളിൽ പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായിട്ടും യാതൊരുവിധ നടപടിയും അധികൃതർ എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അധികാരികളുടെ ശ്രദ്ധ ഇനിയും ഉണ്ടായില്ലെങ്കിൽ മരണം ഇനിയും ഉണ്ടാവുമെന്ന് മുല്ലത്തറയിൽ കട നടത്തുന്ന മുത്തു പറഞ്ഞു. ഇവിടെ രണ്ടാമത് ഒരു മരണം ഇന്ന് സംഭവിച്ചിരിക്കുന്നു. ഒരു പാലയൂർ സ്വദേശി അതിദാരുണമായി ഇന്ന് മരണപ്പെട്ടു. ഇവിടെ ഈ തിരക്കേറിയ പ്രദേശത്ത് NHAയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ടോറസ് വാഹനങ്ങളും അമിത ഭാരം കയറ്റിയ വാഹനങ്ങളും നിരന്തരം ചീരിപ്പായുകയാണ്. ആളുകളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഏത് സമയവും ഇനിയും ഇവിടെ മരണങ്ങൾ സംഭവിക്കാം. വളരെ തിരക്കേറിയതും ഇടുങ്ങിയതുമായ സ്ഥലമാണ് മുല്ലത്തറ വളവ്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺക്രീറ്റ് മെറ്റലുകൾ ഇവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കൊണ്ടുപോകുന്നതിനായുള്ള ടോറസ് ലോറികളുടെയും മറ്റു ദീർഘദൂര യാത്രക്കാരുടെയും ബ്ലാങ്ങാട് ബീച്ചിൽ എത്തുന്നവരുടെയും വാഹനങ്ങൾ ഇതിലൂടെയാണ് പോകുന്നത്. ഇന്ന് പാലയൂർ സ്വദേശി പിലാക്കൽ റഷീദാണ് മരിച്ചത്. മാസങ്ങൾക്ക് മുമ്പ് ജോലിക്ക് പോയിരുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി സഞ്ചരിച്ചിരുന്ന സൈക്കിളിൽ ടോറസ് ലോറി ഇടിച്ച് മരിച്ചിരുന്നു. കൂടാതെ നിരന്തരം അപകടങ്ങളും പതിവാണ്. അതുകൊണ്ടുതന്നെ ഇവിടെ ഗതാഗത നിയന്ത്രണത്തിനായി സംവിധാനം ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഹോളിഡേ ദിവസങ്ങളിലൊക്കെ ഭയങ്കര ട്രാഫിക് തിരക്കാണ്. അതിൽ റോങ് സൈഡ് കയറി പോകുന്ന ആൾക്കാരുണ്ടാവും, കറക്റ്റായിട്ട് പോകുന്ന ആൾക്കാർ മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള ആരും ഉണ്ടാവാറില്ല. വേറെ സമയങ്ങളിൽ പോലീസ് വരും, അവർ കുറച്ച് സമയം നിൽക്കും, അവരെ തിരിച്ചു പോകും. അതാണ് സ്ഥിരം സംഭവമാണ്. ഇനി അധികാരികളുടെ ഭാഗത്തുനിന്ന്
കറക്ഷനുമായ ഒരു തീരുമാനം ഉണ്ടായാൽ ഒരു അവസാനം ഉണ്ടാകാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ നിരന്തരം ഇനിയും വിലപ്പെട്ട ജീവനുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. CCTV ന്യൂസ് ചാവക്കാട്. അക്കിക്കാവ് ആൽത്തറയിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി മറിഞ്ഞ അപകടം. പട്ടാമ്പിയിൽ നിന്ന് തിപ്പലശ്ശേരിയിലേക്ക് കരിങ്കല്ലോടുമായി പോവുകയായിരുന്ന ടോറസ് ലോറിയാണ് ആൽത്തറ മസ്ജിദിന്റെ സമീപത്തെ അപകട വളവിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ലോറി ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരുന്നു അപകടം. വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചാണ് ടോറസ് മറിഞ്ഞത്. അമിതഭാരം കയറ്റി വന്ന ലോറിക്ക് വളവിൽ വേഗത കൂടിയതിനാലാണ് മറിഞ്ഞതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അക്കിക്കാവ് തിപ്പലശ്ശേരി റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഒരു വൈദ്യുതി പോസ്റ്റ് പൂർണ്ണമായും മറ്റൊന്ന് ഭാഗികമായും തകർന്നു. കേരള വിഷൻ കേബിളുകൾക്കും റോഡരികിലെ വീട്ടുമതിലിനും കേടുപാടുകൾ സംഭവിച്ചു. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ പ്രവർത്തിക്കുന്ന ഏതൻസ് ഫുഡ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയ ബീഫ് റോസ്റ്റിൽ ചത്ത പഴുതാര. സ്ഥാപനം ആരോഗ്യവകുപ്പ് പൂട്ടിച്ചു. ചിക്കൻ, ബീഫ് എന്നിവയുടെ വിവിധ വിഭവങ്ങൾ പാഴ്സലായി നൽകുന്ന സ്ഥാപനമാണ് ഏതൻസ് ഫുഡ് ടേക്ക് അവേ എന്ന സ്ഥാപനം. കേറ്ററിംഗ് ഏജൻസിയായ ഇവർ മറ്റൊരു സ്ഥലത്തുനിന്ന് ഭക്ഷണം പാചകം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും ചൂടാക്കി വിൽപ്പന നടത്തുകയാണ് പതിവ്. ഭക്ഷണ സാധനങ്ങൾ ശരിയായ വിധത്തിൽ മൂടിവെക്കാറില്ലെന്നും പരാതിയുണ്ട്. ഇന്നലെ രാത്രിയിൽ എരുമപ്പെട്ടി സ്വദേശിനി ഷെമീറ എന്ന വീട്ടമ്മ വാങ്ങിയ ബീഫ് റോസ്റ്റിലാണ് വെന്ത രീതിയിലുള്ള പഴുതാരയെ കണ്ടത്. ആ ബീഫ് റോസ്റ്റ് നമ്മൾ കൊടുന്ന് കുട്ടിക്ക് 10 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു പൊറാട്ടിയിട്ട് ബീഫ് കറി നമ്മളതിൽ ഒഴിച്ച്, റോസ്റ്റാണ് കറിയല്ല, റോസ്റ്റ് നമ്മളത് ഒഴിച്ച് അതിൽക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 കഷ്ണം കുട്ടി കഴിച്ചു. ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു പഴുതാര എന്ന് പറഞ്ഞാൽ അത് വെന്തിട്ട് കിടക്കണതിൽ. അപ്പൊ അത് ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് വരാം, പൈസ തിരിച്ചു തരാം, താത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഫുഡായിട്ട് നേരെ അവരെ കടയിൽ വന്നു. നമ്മൾ ആ കടയിൽ അത് കാണിച്ചു കൊടുത്തു. അപ്പോഴും അവർ പറയുന്നത് തെറ്റുപറ്റി, ഫുഡ് അവിടെ ഉണ്ടാക്കണതല്ല, പുറമൊന്ന് കൊണ്ടുവരുന്നതാണ് പറയാറ്. പക്ഷെ ഞാൻ ഡെയിലി ഞാൻ അവിടുന്ന് തന്നെയാണ് അവിടുന്ന് മേടിക്കാറ് ഫുഡ്. ആ ഇതിലാണ് നമ്മൾ വീണ്ടും അവിടുന്ന് തന്നെ വാങ്ങി നടന്നത്. ഞാൻ 430 രൂപ ഗൂഗിൾ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അവർക്ക് ഫുഡിന്റെ. അപ്പൊ ഈ നിലയ്ക്കാണ് ആ കടയുടെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോഴത്തെ അംഗങ്ങൾ അവർ പറഞ്ഞപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ അത് ഞങ്ങൾ മാറ്റി തരാന്നാ പറയണത്. പ്രശ്നം ഉണ്ടാക്കരുത്, അബ്ദത്തിൽ പെട്ടതായിരിക്കും, അങ്ങനെ എങ്ങനെയെന്നുള്ളതാണ് പറയണത്. പൊറോട്ടയും ബീഫ് റോസ്റ്റും വാങ്ങി കുട്ടികൾ കഴിക്കുമ്പോഴാണ് പഴുതാരയെ കണ്ടതെന്ന് ഷെമീറ പറയുന്നു. തുടർന്ന് ആരോഗ്യവകുപ്പിൽ വിവരമറിയിക്കുകയും എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ്, JHI CG ജോസഫ് എന്നിവർ സ്ഥലത്തെത്തി സ്ഥാപനം അടയ്ക്കുവാൻ നിർദ്ദേശം നൽകി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കുന്നംകുളം സർക്കിൾ ഓഫീസർക്കും ഷെമീറ പരാതി നൽകിയിട്ടുണ്ട്. CCTV ന്യൂസ് എരുമപ്പെട്ടി. എരുമപ്പെട്ടി നെല്ലുവായിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചു മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച അർദ്ധരാത്രിയിൽ നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. യാത്രക്കാരായ എരുമപ്പെട്ടി മുരിങ്ങത്തേരി വീട്ടിൽ ഫ്രിൻഡോ, ഭാര്യ ഹേമ, മക്കളായ അലൻ, അലൈന എന്നിവർ കാറിൽ കുടുങ്ങി. ഇവരെ വഴിയാത്രക്കാരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ പുറത്തെത്തിച്ചു. എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരെ വിട്ടയച്ചു. കുന്നംകുളം താലൂക്ക് ആസ്ഥാന മന്ദിര നിർമ്മാണത്തിനായി കുറുക്കൻപാറയിൽ ഏറ്റെടുത്ത 4 ഏക്കറോളം വരുന്ന ഭൂമിയിൽ ചുറ്റുമതിൽ നിർമ്മാണത്തിന് മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള ലേലം വീണ്ടും മുടങ്ങി. പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ ലേല നടപടികളുടെ ഭാഗമായി പ്ലാവും മാവും മറ്റു മരങ്ങളും ഉൾപ്പെടെ 23 മരങ്ങളാണ് ലേലം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. അടിസ്ഥാന വിലയായി 4 ലക്ഷം രൂപയാണ് മരങ്ങളുടെ ലേലത്തിന് നിശ്ചയിച്ചിരുന്നത്. 4 ലക്ഷത്തിൽ മേൽ ലേലം വിളി ആരംഭിച്ചെങ്കിലും ലേലത്തിൽ ആരും പങ്കെടുത്തില്ല. 19 പേർ ലേലം വിളിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. എന്നാൽ ഒരാൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ലേലം വിളിക്കാൻ എത്തിയിരുന്നത്. ബാക്കിയെല്ലാവരും ബിനാമികളായി ലേലത്തിൽ പങ്കെടുക്കാൻ എത്തിയവരായിരുന്നു. 80,000 രൂപ എത്തിയപ്പോഴാണ് ലേലത്തിൽ പങ്കെടുക്കാൻ പലരും താൽപ്പര്യം പ്രകടിപ്പിച്ചത്. തുടർന്ന് തുക കുറവാണെന്ന കാരണം പറഞ്ഞ് പൊതുമരാമത്ത് വകുപ്പ് ലേലം മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. വർഷങ്ങളായി കുറുക്കൻപാറയിലെ താലൂക്കാസ്ഥാന മന്ദിര നിർമ്മാണം അധികൃതരുടെ അനാസ്ഥ മൂലം വിവിധ കാരണങ്ങളാൽ തടസ്സപ്പെട്ടു കിടക്കുകയാണ്. ചുറ്റുമതിൽ നിർമ്മാണം പൂർത്തീകരിക്കാതെ കെട്ടിട നിർമ്മാണ നടപടികളിലേക്ക് കടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. സംസ്ഥാന ബജറ്റിൽ താലൂക്കാസ്ഥാന മന്ദിര നിർമ്മാണത്തിന് കോടികൾ നീക്കിവെച്ചിരുന്നെങ്കിലും നിർമ്മാണം എവിടെയും എത്തിയിട്ടില്ല. CCTV ന്യൂസ് കുന്നംകുളം. പഴഞ്ഞി അയ്യന്നൂർ അയ്യമലക്കാവ് ക്ഷേത്രത്തിലെ പൂരത്തിന് കൊടിയേറി. അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ കുറുവന്നൂർ കപ്പിയൂർ മനക്കൽ ഗിരീഷ് നമ്പൂതിരിയാണ് കൊടിയേറ്റം നിർവഹിച്ചത്. ഫെബ്രുവരി 19 തിങ്കളാഴ്ചയാണ് പൂരാഘോഷം. അന്നേ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, ഉപദേവന്മാർക്ക് പ്രത്യേക പൂജകൾ എന്നിവ നടക്കും. തുടർന്ന് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. 4 മണിയോടെ മറ്റു പ്രാദേശിക കമ്മിറ്റികളുടെ ആനപ്പൂരം, പഞ്ചവാദ്യം, ശിങ്കാരിമേളം, തെയ്യം, കരിങ്കാളി എന്നിവ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ സുബ്രഹ്മണ്യൻ KR, കോമരം ചന്ദ്രൻ കണ്ടിരുത്തി, ജയപ്രകാശ് KJ, മോഹനൻ KV, അർജുൻ KN തുടങ്ങിയവർ നേതൃത്വം നൽകും. അണ്ടത്തോട് ചന്ദനക്കുടം നേർച്ചയുടെ പ്രധാന കാഴ്ചയായ കൊടികയറ്റ കാഴ്ച വർണ്ണാഭം. രാവിലെ 11 മണിക്ക് ജാറം അങ്കണത്തിലെത്തി കൊടിയേറ്റം നടത്തി. അണ്ടത്തോട് ദർഗാ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഷേഖ് ഹയാത്തുലൗലിയായുടെ ചന്ദനക്കുടം നേർച്ച 2 ദിവസങ്ങളിലായിട്ടാണ് നടത്തുന്നത്. ആഘോഷത്തിൽ ആദ്യ കാഴ്ച വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക്
അണ്ടത്തോട് ബീച്ചിൽ നിന്നും പുറപ്പെട്ട് രാത്രി 12 മണിക്ക് പള്ളി പരിസരത്തെത്തി സമാപിച്ചിരുന്നു. രണ്ടാം ദിനമായ ശനിയാഴ്ച ചാലിൽ സുലൈമാന്റെ വസതിയിൽ നിന്നും രാവിലെ 9 മണിക്ക് കൊടികയറ്റ കാഴ്ച ആരംഭിച്ച് 11 മണിക്ക് ജാറത്തിലെത്തി. തുടർന്ന് കൊടിയേറ്റവും സമൂഹ സിയാറത്തും ജാറത്തിന് മുകളിൽ പുതിയ പട്ട് പുതപ്പിക്കലും നടത്തി. മുഹമ്മദ് മുസ്ലിയാർ പട്ടിക്കാട് സിയാറത്തിന് നേതൃത്വം നൽകി. ഉള്ളാളം ആറ്റുണ്ണിത്തങ്ങൾ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ചക്കര കഞ്ഞിക്കുടം സമർപ്പണവും ഉണ്ടായിരുന്നു. നേർച്ചാഘോഷ കമ്മിറ്റി ചെയർമാൻ ഇസഹാഖ് ചാലിൽ, വൈസ് ചെയർമാൻ വി ഷാജഹാൻ, കൺവീനർ സുഹൈൽ അബ്ദുള്ള, ജോയിന്റ് കൺവീനർ മുഹമ്മദ് അമീൻ, ട്രഷറർ കെ അലി, മുഹമ്മദ് അലി മടപ്പൻ, ഷിഹാബ് തുടങ്ങിയവർ നേർച്ചാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ 13ഓളം വരുന്ന കാഴ്ചകൾ ശനിയാഴ്ച പുലർച്ചെ ജാറത്തിലെത്തും. അകലാട് മൊയ്തീൻ പള്ളി പരിസരത്ത് നിന്ന് വരുന്ന കാഴ്ച ജാറമംഗണത്തിൽ എത്തിച്ചേരുന്നതോടുകൂടി നേർച്ചാഘോഷം സമാപിക്കും. വടക്കേകാട് SHO ബിനുവിന്റെയും SI ശിവശങ്കറിന്റെയും നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. CCTV ന്യൂസ്, പൊന്നേർക്കുളം. അണ്ടത്തോട് നേർച്ചയ്ക്കിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ വാഹനങ്ങൾ ഓടിക്കുകയും ശബ്ദമലിനീകരണം സൃഷ്ടിക്കുകയും ചെയ്ത 20ഓളം വാഹനങ്ങൾ വടക്കേക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് സംഭവം. നിയമവിരുദ്ധമായി രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ ശബ്ദമലിനീകരണം സൃഷ്ടിക്കുകയും പൊതുജന ശല്യം സൃഷ്ടിക്കുന്ന വിധത്തിൽ റേസിംഗ് നടത്തുകയും ചെയ്ത സംഭവത്തിൽ വാഹന ഉടമയ്ക്കും ഡ്രൈവർക്കുമെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശം തിങ്കളാഴ്ച നടക്കും. ബ്രഹ്മകലശത്തോടെയും സഹസ്ര കലശാഭിഷേകത്തോടെയും 8 ദിവസം നീണ്ടുനിന്ന കലശ ചടങ്ങുകൾക്ക് സമാപനമാകും. ക്ഷേത്രത്തിൽ പൂജകൾ നേരത്തെ പൂർത്തിയാക്കിയ ശേഷമാണ് തത്വകലശ ചടങ്ങുകൾ ആരംഭിക്കുക. തുടർന്ന് ക്ഷേത്ര നാലമ്പലത്തിലെ നമസ്കാര മണ്ഡപത്തിൽ ഹോമകുണ്ഡമൊരുക്കി തന്ത്രി നമ്പൂതിരിപ്പാട് നാഡി സന്താന പൂജ നടത്തിയ ശേഷം ഭഗവാന് തത്വകലശാഭിഷേകം നിർവഹിക്കും. ഉച്ചപൂജയും തന്ത്രി നിർവഹിക്കും. രാത്രി തൃപ്പുകയ്ക്ക് ശേഷം തന്ത്രി അനുജ്ഞന ചടങ്ങും നടത്തും. ചൊവ്വാഴ്ച നടക്കുന്ന അതിപ്രധാനമായ ബ്രഹ്മകലശത്തിനായി ഗുരുവായൂരപ്പനോട് അനുവാദം ചോദിക്കുന്ന ചടങ്ങാണ് അനുജ്ഞ. കലശമണ്ഡപമായ കൂത്തമ്പലത്തിൽ 1000 കുംഭങ്ങളിൽ ശ്രേഷ്ഠദ്രവ്യങ്ങൾ നിറച്ച് പൂജ നടത്തി ചൈതന്യവത്താക്കിയ കലശങ്ങൾ കീഴ്ശാന്തി നമ്പൂതിരിമാർ കൈമാറി ശ്രീലകത്തെത്തിച്ച് അഭിഷേകം ചെയ്യും. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഈ ചടങ്ങിന് ശേഷം വെഞ്ചാമരം, മുത്തുകുട, ആലവട്ടം, നാദസ്വരമടക്കമുള്ള വാദ്യങ്ങളുടെ അകമ്പടിയിൽ ബ്രഹ്മകലശം ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കും. ക്ഷേത്രമേൽശാന്തി ബ്രഹ്മകലശവും ക്ഷേത്രമോദിക്കൻ കുംഭേശ കലശവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ച് ഭഗവാൻ അഭിഷേകം ചെയ്യും. ഇതോടെ ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന കലശ ചടങ്ങുകൾക്ക് സമാപനമാകും. ഉത്സവത്തിന് തുടക്കം കുറിച്ച് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആനയോട്ടവും രാത്രി കൊടിയേറ്റവും നടക്കും. CCTV ന്യൂസ്, ഗുരുവായൂർ. വടക്കേക്കാട് വ്യത്യസ്ത അപകടങ്ങളിൽ 2 പേർക്ക് പരിക്കേറ്റു. നായരങ്ങാടി സെന്ററിൽ സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്കും മണികണ്ഠേശ്വരത്ത് സ്കൂട്ടറും ജീപ്പും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനും പരിക്കേറ്റു. നായരങ്ങാടി സെന്ററിലുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരിയായ മൂന്നാങ്കല്ലെ കല്ലൂർ സ്വദേശിനി 40 വയസ്സുള്ള പാറയിൽ വീട്ടിൽ ഷക്കീലയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണികണ്ഠേശ്വരത്തുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ വടക്കേക്കാട് പറയങ്ങാട് സ്വദേശി കണ്ടറങ്ങത്തയിൽ 54 വയസ്സുള്ള അഷ്റഫിനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇരുവരെയും വയലത്തൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകരാണ് ആശുപത്രികളിൽ എത്തിച്ചത്. ഗുരുവായൂർ ക്ഷേത്രോത്സവം ഹരിതചട്ടം പാലിച്ച് നടത്തുവാൻ നഗരസഭ വിളിച്ചു ചേർത്ത വിവിധ സംഘടനാ പ്രതിനിധികളുടെ യോഗം തീരുമാനിച്ചു. ക്ഷേത്ര പരിസരങ്ങളിലും പാർക്കിംഗ് ഇടങ്ങളിലും മാലിന്യം തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിനായി വലിയ കുട്ടകൾ സ്ഥാപിക്കും. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെയും ഒറ്റത്തവണ ഉപയോഗമുള്ള വസ്തുക്കളുടെയും വിൽപ്പനയും ഉപയോഗവും പൂർണ്ണമായും നിരോധിക്കും. തീർത്ഥാടകർ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉൾപ്പെടെയുള്ള പുനരുപയോഗം സാധ്യമല്ലാത്ത ഒറ്റത്തവണ ഉപയോഗമുള്ള സാധന സാമഗ്രികൾ ഉപയോഗിക്കാതിരിക്കാൻ തയ്യാറാക്കണമെന്ന് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അഭ്യർത്ഥിച്ചു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക യൂണിഫോം നൽകി ഗ്രീൻ വളണ്ടിയർമാരായി നിയമിക്കും. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ഇവർക്ക് പ്രത്യേക പരിശീലനം നൽകും. ഉത്സവ സമയത്ത് ക്ഷേത്ര പരിസരത്ത് തെരുവുനായ ശല്യം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ്, കൗൺസിലർ KP ഉദയൻ, സെക്രട്ടറി H അഭിലാഷ് കുമാർ, ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ രജനീഷ് രാജൻ, ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ.
ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും എരുമപ്പെട്ടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്ക് മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും നടത്തി. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനാ ക്യാമ്പിൽ 70 തൊഴിലാളികൾ പങ്കെടുത്തു. മലേറിയ, ഫൈലേറിയ പോലെയുള്ള പകർച്ചവ്യാധികൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ളവരെ കണ്ടെത്തി ചികിത്സ നൽകി രോഗം ഭേദമാക്കാനും ഈ രോഗം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കും തടയാനുമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ക്യാമ്പിനും ബോധവൽക്കരണ ക്ലാസിനും ഡോക്ടർ അനു മേരി സാം, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ്, ജയചൈമാരായ കെ ജോസഫ്, വിദുല, ആനന്ദ്, സുബേർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കർഷക സംഘടനകൾ സംഘടിപ്പിച്ച ഭാരത് ബന്ദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കർഷക സംഘം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ടാണശ്ശേരിയിൽ നടന്ന യോഗം CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം KK സതീശൻ ഉദ്ഘാടനം ചെയ്തു. VV സത്യൻ അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗം KG പ്രമോദ്, CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ MV സന്തോഷ്, സുധീർ പണിക്കവീട്ടിൽ, വിനു ജോൺസൺ, കർഷക സംഘം മേഖലാ സെക്രട്ടറി VK ദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ ചന്ദ്രൻ, ഷക്കീല ഷമീർ എന്നിവർ സംസാരിച്ചു. സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾക്ക് തീവില ഈടാക്കുന്നത് പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ചാലിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി ധർണ നടത്തി. ചാലിശ്ശേരി സപ്ലൈകോ ഔട്ട്ലെറ്റ് മുമ്പിൽ നടത്തിയ ധർണ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് PI യൂസഫ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് CP ഹൈദർ അലി അധ്യക്ഷനായി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഫൈസൽ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കബീർ മാസ്റ്റർ, സലീം ചാലിശ്ശേരി, TT മുഹമ്മദ്, താഹിർ ചാലിശ്ശേരി, ഷെരീഫ് ചാലിച്ചായിൽ, അബൂബക്കർ, ഹുസൈൻ അറക്കൽ, ജാഫർ, സൈഫു തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഷറഫ് അച്ചാരത്ത് സ്വാഗതവും അനസ് പാളിക്കാട്ടിൽ നന്ദിയും പറഞ്ഞു. ലഫ്റ്റനന്റ് കമാൻഡർ വിപിൻ ദേവിന്റെ സ്മരണകളുമായി ഗുരുവായൂർ നഗരസഭ 27-ാം വാർഡിൽ ടൈൽ വിരിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് നഗരസഭ ആയുർവേദ ആശുപത്രിയുടെ മുൻവശത്തുള്ള റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ VK സുജിത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡിലെ മാലിന്യ സംഭരണ പ്രവർത്തന നിറവിൽ 100% തികച്ച ഹരിതകർമ്മ സേനാംഗങ്ങളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച കരാറുകാരൻ P അനിൽകുമാറിനെയും ആദരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മധുര പലഹാര വിതരണവും ഉണ്ടായി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർ KP റഷീദ്, അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ, ബാലൻ വാർനാട്ട്, ഗോപിനാഥൻ പെരുമ്പിള്ളി, ശ്രീദേവി ബാലൻ, വിജയൻ വീട്ടിലായിൽ, സരിത സുരേന്ദ്രൻ, T ശിവദാസൻ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. കണ്ടാണശ്ശേരി MSS UP സ്കൂളിന്റെ 56-ാം വാർഷികവും അധ്യാപക രക്ഷാർത്ഥി ദിനാഘോഷവും നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. അധ്യാപക പ്രതിനിധി ഷിജി K വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങളായ ജയന്തി ടീച്ചർ, ഷീബ ചന്ദ്രൻ, പ്രധാനാധ്യാപിക VN സിന്ധു, Excelsior LP സ്കൂൾ പ്രധാനാധ്യാപിക CK ലില്ലി, കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല സെക്രട്ടറി VK ദാസൻ, PTA പ്രസിഡന്റ് സംഗീത ബാബു, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് TK സുവീഷ്, സ്കൂൾ ലീഡർ PR വൈഗ, MPTA പ്രസിഡന്റ് ശ്രീജ മനീഷ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ സമ്പൂർണ്ണ നീർത്തട മാസ്റ്റർ പ്ലാനിംഗ്, റോഡ് മാപ്പിംഗ്, സ്ട്രീറ്റ് ലൈറ്റ് മാപ്പിംഗ് എന്നിവയുടെ പ്രകാശനവും ആസ്തി രജിസ്റ്റർ അപ്ഡേഷൻ ചടങ്ങിന്റെ ഉദ്ഘാടനവും തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ കൊടുമ്പിൽ മുരളി, സുമന സുഗതൻ, ഷീജ സുരേഷ്, മെമ്പർമാരായ MK ജോസ്, റീന വർഗീസ്, സുധീഷ് പറമ്പിൽ, സ്വപ്ന പ്രദീപ്, റിജി ജോർജ്, PM സജി, KB ബബിത, CSRD CEO CR ജയരാജ്, VS പ്രസാദ്, പഞ്ചായത്ത് സെക്രട്ടറി KS ജോസ്മോൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് LP സ്കൂൾ വാർഷികവും വിരമിക്കുന്ന അധ്യാപകരായ ജാൻസി ടീച്ചർ, CM റഫീഖ് മാസ്റ്റർ എന്നിവർക്കുള്ള യാത്രയപ്പം നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PV നിവാസ് അധ്യക്ഷനായി. CT കൊച്ചുത്രൈസ്യ ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സിനി ആർട്ടിസ്റ്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ നവീൻ പൈനിത്തടം, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, മറ്റം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് T ഇമ്മട്ടി, പ്രധാനാധ്യാപകൻ ആൻഡോ C കാക്കശ്ശേരി, ഗേൾസ് സ്കൂൾ പ്രധാനാധ്യാപിക CO ഫ്ലോറൻസ്, C അനിത, CM ഷീന, ഷിബി ആന്റണി K, ഡിയോൺ M ഡെന്നി, K ജിഷ, മോനിക്ക തോമസ് എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ PA ജാൻസി, CM മുഹമ്മദ് റഫീഖ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. CCTV ന്യൂസ്, കേച്ചേരി.
തത്വമസി ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തലക്കോട്ടുകര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായി സംഗീത നൃത്തസന്ധ്യ അരങ്ങേറി. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാനും ആക്സ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ഫാദർ ഡേവിസ് ചെറമൽ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് തായങ്കാവ് ഓഫീസർ ഹരിശങ്കർ പുത്തില്ലം, തത്വമസി ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് മധു ഇലവന്ത്ര, മാതൃസമിതി അധ്യക്ഷ വിജയശ്രീ ഗോപാലകൃഷ്ണൻ, രക്ഷാധികാരി രാജേഷ് കോവില്യം, സെക്രട്ടറി ടി വി കാർത്തികേയൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നാട്ടിലെ കുട്ടികളും മുതിർന്നവരും അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും ഗാനാവതരണവും ഉണ്ടായി. കുന്നംകുളം നഗരസഭ വയോജനങ്ങൾക്കായി കിഴൂരിൽ നിർമ്മിച്ച രണ്ടാമത്തെ പകൽ വീട് ഫെബ്രുവരി 20 ചൊവ്വാഴ്ച നാടിന് സമർപ്പിക്കും. വൈകിട്ട് 5 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം നഗരസഭയിലെ വയോജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നടന്നിട്ടുള്ളത്. ഇതിനെ വയോജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിനും മാനസികോല്ലാസത്തിനുമായിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ പകൽ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ പകൽ വീട് കിഴൂര് ചെർളയത്ത് ശാന്തകുമാരി അമ്മ 17 സെൻറ് സ്ഥലം നഗരസഭയ്ക്ക് സൗജന്യമായിട്ട് തന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ നഗരസഭയ്ക്ക് പകൽ വീട് പണിയാൻ സാധിച്ചത്. അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഈ ഉദ്ഘാടന സെക്ഷനിൽ ഉണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട കുന്നംകുളം MLA അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിക്കും. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. നഗരസഭാ പ്ലാൻ ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പകൽ വീട് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. ചിറളയത്ത് ശാന്തകുമാരിയമ്മ നഗരസഭയ്ക്ക് സൗജന്യമായി നൽകിയ 17 സെന്റ് സ്ഥലത്താണ് 1250 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലുള്ള പകൽ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ശാന്തകുമാരിയമ്മയെ ചടങ്ങിൽ മന്ത്രി ആദരിക്കും. വാർത്താസമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷെബീർ, സെക്രട്ടറി BS സന്ദീപ് കുമാർ, മുൻ വാർഡ് കൌൺസിലർ KA അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. പോർക്കുളം പഞ്ചായത്തിലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2023-2024 വാർഷിക പദ്ധതിയിൽ നിന്ന് 1,28,000 രൂപ ചെലവിട്ടാണ് വീൽചെയർ, വാക്കർ, തെറാപ്പി ബെഡ്, വാക്കിംഗ് സ്റ്റിക്ക് തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. അർഹരായ 16 ഗുണഭോക്താക്കൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജ്യോതിസ് PJ, വാർഡ് മെമ്പർ ബിജു കൊലാടി, അംഗൻവാടി അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് നടപ്പിലാക്കിയ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, അംഗങ്ങളായ MK ജോസ്, PM സജി, MP അജയൻ, സുധീഷ് പറമ്പിൽ, സ്വപ്ന പ്രദീപ്, KB ബബിത, മാഗി അലോഷ്യസ്, സതി മണികണ്ഠൻ, നിർവഹണ ഉദ്യോഗസ്ഥ KS സുജിനി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 30 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 75ഓളം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. വെള്ളിത്തിരുത്തി ബ്ലൂംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ യോഹനാൻ മാർ അത്താനാസിയോസ് മെമ്മോറിയൽ സെമിനാർ ഹാൾ ഉദ്ഘാടനം ചെയ്തു. ബദനി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ ഫാദർ മത്തായി OIC ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ മാനേജർ ഫാദർ സോളമൻ OIC, നിലവിലെ ബദനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC എന്നിവർ സെമിനാർ ഹാളിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളോട് വിവരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, PTA പ്രസിഡന്റ് കേശവദാസ്, M ബിജുപാൽ, ജയശ്രീ നാരായണൻ എന്നിവർ സംബന്ധിച്ചു. മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കാൻ പുതിയ ചുവടുവയ്പുമായി കുന്നംകുളം നഗരസഭ. സംസ്ഥാനത്ത് ആദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്ന മലിനജല സംസ്കരണ പ്ലാന്റ് കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭയുടെ സുഭിക്ഷ ക്യാൻറ്റീൻ മലിനജല സംസ്കരണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത AC മൊയ്തീൻ MLA ആണ് നാടിനെ സമർപ്പിച്ചത്. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടത്തിയ പൊതുസമ്മേളനത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. നഗരസഭാ എഞ്ചിനീയർ EC ബിനയ് ബോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ HES കമ്പനി കേരള പ്രൊജക്ട് ഇൻചാർജ് MV ശ്യാംപ്രകാശിനെ ആദരിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PS കമ്പനി കേരള പ്രൊജക്ട് ഇൻചാർജ് MV ശ്യാംപ്രകാശ് എന്നിവർ സംസാരിച്ചു. ഖരമാലിന്യ സംസ്കരണ രംഗത്ത് പലരും ഈ മോഡൽ കണ്ടാണ് ഇത് തന്നെ പൂർണ്ണമായി എല്ലാവരും സ്വീകരിച്ചതെന്നല്ല ഞാൻ പറയുന്നത്. ഈ മോഡലിനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ആളുകൾ വന്ന മാതൃക കാണിച്ചവരാണ് കുന്നംകുളത്തെ മാലിന്യ സംസ്കരണത്തിന്റെ ഖരമാലിന്യ സംസ്കരണ രംഗത്തുള്ള കാര്യങ്ങൾ.
നാട് കടുത്ത ചൂടിലേക്ക് പ്രവേശിക്കുമ്പോൾ വളർത്തുമൃഗങ്ങളോട് കടുത്ത ക്രൂരതയെന്ന നാട്ടുകാർ. ചന്തകളിൽ നിന്ന് വിവിധ ആവശ്യങ്ങൾക്കായി വാങ്ങിക്കൊണ്ടുവരുന്ന നാൽക്കാലികളെ രാപ്പകൽ വ്യത്യാസമില്ലാതെ വറ്റിവരണ്ട് കിടക്കുന്ന പാടശേഖരങ്ങളിൽ കെട്ടിയിടുകയാണ് ഉടമകൾ ചെയ്യുന്നത്. കെട്ടിയ കയറുകൾക്ക് നീളം ഇല്ലാത്തതിനാൽ ഒന്ന് തണലിലേക്ക് മാറി കിടക്കുവാൻ പോലും ഇവയ്ക്ക് കഴിയുന്നില്ല. ഉടമകളുടെ വീടുകൾ പലപ്പോഴും പാടശേഖരങ്ങളിൽ നിന്ന് അകലെ ആയതിനാൽ വല്ലപ്പോഴും ഒരിക്കൽ മാത്രമാണ് ഇവയ്ക്കരികിൽ എത്താറുള്ളത്. കഴിഞ്ഞ ദിവസം കുഴിങ്ങര മുക്കഞ്ചേരി പാടത്ത് ദിവസങ്ങളോളം ഒരേ നിലയിൽ കെട്ടിയിട്ടിരുന്ന 2 പോത്തുകളിൽ ഒരെണ്ണം ചാവുകയും മറ്റൊന്ന് തളരുകയും ചെയ്തിരുന്നു. ചൂടിൽ നിന്ന് മനുഷ്യരുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ അധികൃതർ ജാഗ്രത നിർദ്ദേശം നൽകുമ്പോൾ മിണ്ടാപ്രാണികളായ വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിലും അധികൃതരുടെ ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ അപേക്ഷ. ഗുരുവായൂർ നഗരസഭ പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഇരിങ്ങപ്പുറം സബ് സെന്ററിന്റെ പുതിയ കെട്ടിടം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പഴയ കെട്ടിടം പൊളിച്ചു നീക്കി 42 ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 1162 ചതുരശ്ര അടി വിസ്തീർണം വരുന്ന പുതിയ കെട്ടിടത്തിൽ വെയിറ്റിംഗ് ഏരിയ, കൺസൾട്ടേഷൻ ഏരിയ, ട്രീറ്റ്മെന്റ് ഏരിയ, സ്റ്റോർ, ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ AS മനോജ്, AM ഷഫീർ, ശൈലജ സുധൻ, പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, വാർഡ് കൗൺസിലർ ദീപ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്ത് അർബൻ മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച അണ്ടത്തോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, പൊതുജനാരോഗ്യ പാലിയേറ്റീവ് ലാബ് കെട്ടിടത്തിന്റെയും ക്വാർട്ടേഴ്സിന്റെയും ഉദ്ഘാടനം ചൊവ്വാഴ്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി Dr. R. ബിന്ദു നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ അർബൻ മിഷൻ ഫണ്ടിൽ നിന്നും 1.31 കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 5670 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ഇരുനിലകളിലായാണ് പൊതുജനാരോഗ്യ പാലിയേറ്റീവ് ലാബ് യാഥാർത്ഥ്യമാക്കിയത്. 1-ാം നിലയിൽ പാലിയേറ്റീവ് റൂം, ലാബ്, പ്രതിരോധ കുത്തിവയ്പ് റൂം, ഫിസിയോതെറാപ്പി, ഭിന്നശേഷി സൗഹൃദ ശൗചാലയം, വെയിറ്റിംഗ് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളും, 2-ാം നിലയിൽ LHI റൂം, HI റൂം, JPHI റൂം, JHI റൂം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തോട് ചേർന്ന് 2035 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ നിർമ്മിച്ച ക്വാർട്ടേഴ്സ് കെട്ടിടത്തിൽ 2 കിടപ്പുമുറികൾ, അടുക്കള, ഡൈനിങ് റൂം, ലിവിംഗ് റൂം, വോക്ക് ഏരിയ എന്നീ സൗകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്തെ പ്രവർത്തന മികവിലൂടെ 2021-22 വർഷത്തെ ആർദ്ര കേരളം പുരസ്കാരം ജില്ലാതല 1-ാം സ്ഥാനം നേടിയ പഞ്ചായത്ത് കൂടിയാണ് പുന്നയൂർക്കുളം. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 നടത്തുന്ന ഉദ്ഘാടന പരിപാടിയിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, NHM പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ P സജീവ് കുമാർ, പ്രൊജക്ട് ഡയറക്ടർ അഭിജിത്ത്, ജില്ലാ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ തുടങ്ങി നിരവധി പേർ പങ്കെടുക്കുമെന്ന് പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, വൈസ് പ്രസിഡന്റ് EK നിഷാർ, വാർഡ് മെമ്പർ PS അലി, ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ തുടങ്ങിയവർ അറിയിച്ചു. CCTV ന്യൂസ് പുന്നയൂർക്കുളം. നിർമ്മാണ മേഖലയിലും വിപണന മേഖലയിലും സ്വയം സംരംഭകരായ വനിതകൾ സംഘടിപ്പിച്ച അമൽഗം വിമൻസ് എന്റർപ്രണർഷിപ്പ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സംരംഭകർക്ക് വേണ്ട സഹായ കേന്ദ്രമായി പ്രവർത്തിക്കുക, പരസ്യത്തിനും വിപണനത്തിനും സംഘടിതമായി എക്സിബിഷനുകൾ സംഘടിപ്പിക്കുക, ഓൺലൈൻ മാർക്കറ്റിംഗിന് വേണ്ട സോഷ്യൽ മീഡിയ ഇടങ്ങൾ സൃഷ്ടിക്കുക, സംരംഭകർക്ക് സംസ്ഥാന ദേശീയ തലത്തിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക തുടങ്ങിയവയാണ് അമൽഗം പ്രവർത്തനങ്ങൾ. ഡെപ്യൂട്ടി രജിസ്ട്രാർ ലീനോ ജോർജ് മുഖ്യാതിഥിയായി. ഇൻഡസ്ട്രി എക്സ്റ്റൻഷൻ ഓഫീസർമാരായ മനോജ്, ബെന്നിമോൻ, P സുധീർ എന്നിവർ ആശംസകൾ അറിയിച്ചു. അമൽഗം കോർഡിനേറ്റർ ബീന സ്വാഗതവും ഷബ്ന നൌഷാദ് നന്ദിയും പറഞ്ഞു. തിപ്പലശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകളുണ്ടായി. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തിപ്പലശ്ശേരി അയ്യപ്പൻ കോവിലിൽ നിന്ന് പെരിങ്ങോട് ചന്ദ്രൻ, നെല്ലുവായ് ശശി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യത്തോടെ പൂരം എഴുന്നള്ളിച്ചു. വൈകിട്ട് നടന്ന മേളത്തോടു കൂടിയ കൂട്ടിയെഴുന്നള്ളിപ്പിന് 12 ഗജവീരന്മാർ അഴകായി. പഞ്ചവാദ്യം, തെയ്യം, തിറ, കാവടി, നാദസ്വരം. രാത്രി 8 മണിക്ക് സഗേയ പൂരാഘോഷ കമ്മിറ്റിയുടെ ഫ്യൂഷൻ മ്യൂസിക് തുടങ്ങിയവ ഉണ്ടായി. രാത്രി 10 മണിക്ക് നവശില്പ പൂരാഘോഷ കമ്മിറ്റി നവശില്പ പന്തലിൽ നടത്തുന്ന പഞ്ചവാദ്യത്തിന് 60ഓളം വാദ്യകലാകാരന്മാർ പങ്കെടുക്കും. മായന്നൂർ രാജു, തിരുവല്ലാമല രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകും.
നടന്നു. മഹിളാ കോൺഗ്രസ് പാവർട്ടി മണ്ഡലം പ്രസിഡന്റായി ധന്യ സിബിൽ ചുമതലയേറ്റു. കോൺഗ്രസ് പാവർട്ടി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് ഫാത്തിമ ലത്തീഫ് അധ്യക്ഷയായി. മഹിളാ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് മീര ജോസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി മുഖ്യാതിഥിയായി. മഹിളാ കോൺഗ്രസ് നേതാക്കളായ സുനിത രാജു, ഡോളി വിൻസെന്റ്, അബിനി ശശി, റൂബി ജോസഫ്, കോൺഗ്രസ് പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് ആൻഡോ ലിജോ എന്നിവർ സംസാരിച്ചു. കുടിവെള്ളക്ഷാമം നേരിടുന്ന 200ഓളം കുടുംബങ്ങൾക്ക് ശാശ്വത പരിഹാരമായി പുന്നൂർ പഞ്ചായത്തിന്റെ സ്നേഹ ഉറവ വടക്കേ പുന്നൂർ ചേന്നോത്തിയിൽ ഖാദർ സ്മാരക MG റോഡ് കുടിവെള്ള പദ്ധതി NK അക്ബർ MLA നാടിനെ സമർപ്പിച്ചു. ചേന്നാത്തയിൽ ഖാദർ സ്മരണയ്ക്ക് അദ്ദേഹത്തിന്റെ മക്കൾ സംഭാവനയായി നൽകിയ 4 സെന്റ് ഭൂമിയിൽ നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയാണ് ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് നാടിന് സമർപ്പിച്ചത്. പുന്നൂർ പഞ്ചായത്ത് 4-ാം വാർഡിൽ കാലങ്ങളോളമായി രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലയിലാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ളം എത്തിക്കാനുള്ള സൗകര്യമൊരുക്കിയത്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചേന്നാത്തയിൽ ഖാദർ സ്മരണയ്ക്ക് അദ്ദേഹത്തിന്റെ 8 മക്കൾ സംഭാവനയായി നൽകിയ 4 സെന്റ് ഭൂമിയിലാണ് കുടിവെള്ള സ്രോതസ് ഒരുക്കിയത്. പുന്നൂർ പഞ്ചായത്തിന്റെ 62 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയും ചേർത്ത് 72 ലക്ഷം രൂപ ചെലവിട്ടാണ് പദ്ധതി പ്രാവർത്തികമാക്കിയത്. 7 മീറ്റർ ഉയരത്തിൽ കോൺക്രീറ്റ് തൂണുകൾക്ക് മുകളിൽ 5000 ലിറ്ററിന്റെ 4 ടാങ്കുകളാണ് സ്ഥാപിച്ചത്. 6 മീറ്റർ വ്യാസവും 10 റിംഗ് താഴ്ചയുമുള്ള കിണറും ഇവിടെ നിർമ്മിച്ച് ഫിൽറ്ററിംഗ് സംവിധാനത്തിനു കൂടിയാണ് കുടിവെള്ള വിതരണം സജ്ജമാക്കിയത്. ചേന്നാത്തയിൽ ഖാദർ സ്മാരക MG റോഡ് കുടിവെള്ള പദ്ധതി സമർപ്പണ ചടങ്ങിൽ പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MV സനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ആഷിത മുഖ്യാതിഥിയായി പങ്കെടുത്തു. പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, പുന്നൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ K വിശ്വനാഥൻ മാസ്റ്റർ, ഷമീം അഷ്റഫ്, AK വിജയൻ, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ജിസ്ന ലത്തീഫ്, വാർഡ് മെമ്പർ സെലീന നാസർ ബാവുമൽ തുടങ്ങി പഞ്ചായത്ത് അംഗങ്ങളും വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളും പങ്കെടുത്തു. കോടികൾ മുടക്കി നടത്തുന്ന വൻകിട പദ്ധതികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി ചെറിയ തുക ഉപയോഗിച്ച് ഗ്രാമീണ ശുദ്ധജല പദ്ധതികൾ നടപ്പിലാക്കുക നമ്മുടെ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായി ഉപയോഗിക്കുന്നത് മാതൃകാപരമാണെന്ന് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഭൂമി സംഭാവന ചെയ്ത കുടുംബത്തിന് പഞ്ചായത്തിന്റെ ഉപഹാരം MLA വിതരണം ചെയ്തു. ചേന്നാത്തയിൽ കുടുംബ പ്രതിനിധി അബ്ദുൽ നാസർ ബാവുമൽ, സംഘാടക സമിതി കൺവീനർ K നിസാർ, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MP ഇക്ബാൽ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി NV ഷീജ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പുന്നൂർക്കുളം. ചൂണ്ടൽ പഞ്ചായത്തിലെ മണലിത്താഴത്ത് പുരയ്ക്കൽ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. 8-ാം വാർഡ് മണലിയിൽ ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2022-2023 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,20,807 രൂപ ചെലവഴിച്ച് യാഥാർത്ഥ്യമാക്കിയ കുടിവെള്ള പദ്ധതിയാണ് പ്രദേശവാസികൾക്കായി സമർപ്പിച്ചത്. പദ്ധതി പ്രദേശത്ത് നടന്ന ചടങ്ങിൽ ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വിൻ P വിജയൻ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗം TP പ്രജീഷ്, വാർഡ് വികസന സമിതി അംഗങ്ങളായ TK വർഗീസ്, ഡേവിസ് മണലി, VK ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. മണലിത്താഴത്ത് പുരയ്ക്കൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായതോടെ മേഖലയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. ഗുരുവായൂർ നഗരസഭ 15-ാം വാർഡിൽ പ്രവർത്തനം ആരംഭിച്ച ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ, വാർഡ് കൗൺസിലർ രേണുക ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ഹെൽത്ത് ഗ്രാന്റ് ഫണ്ട് വിനിയോഗിച്ചാണ് ഇതിന്റെ പ്രവർത്തനം. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് പ്രവർത്തന സമയം. ഒരു മെഡിക്കൽ ഓഫീസർ, സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ്, ക്ലീനിംഗ് സ്റ്റാഫ് എന്നിങ്ങനെ ജീവനക്കാർ ഉണ്ടാകും. എരുവപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിന്റെ 62-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് NP അജയൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. വിരമിച്ച അധ്യാപകർ ഏർപ്പെടുത്തിയിട്ടുള്ള എൻഡോമെന്റുകൾ വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, വാർഡ് മെമ്പർ MK ജോസ് എന്നിവർ കുട്ടികൾക്ക് സമ്മാനിച്ചു. സ്കൂളിന്റെ പത്രം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് പ്രകാശനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, മെമ്പർമാരായ KV ബബിത, MC ഐജു, സുധീഷ് പറമ്പിൽ, റീന വർഗീസ്, സതി മണികണ്ഠൻ, SMC ചെയർമാൻ PT സുശാന്ത്, MPTA പ്രസിഡന്റ് സോണിയ ജിനേഷ്, സ്കൂൾ ലീഡർ KR മുഹമ്മദ് റിയാൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സമ്മാനദാനവും ഉണ്ടായി. നെൽകൃഷിയുടെ വിളവെടുപ്പിനെ കുറിച്ച് അടുത്തറിയുവാനും പഠിക്കാനും വിദ്യാർത്ഥികൾ കൃഷിയിടത്തിലെത്തി. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ചൂണ്ടൽ പാടശേഖരത്തിലെത്തി കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായത്. വിദ്യാലയത്തിലെ പാഠത്തിൽ നിന്നും പാടത്തേക്ക് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായാണ്
കുട്ടികളെ കൃഷിയിടത്തിലെത്തിച്ച് നെൽകൃഷിയുടെ വിളവെടുപ്പിനെക്കുറിച്ചുള്ള അവബോധം നൽകിയത്. കുട്ടികളെ കൊണ്ട് നെൽച്ചെടികൾ കൊയ്തെടുപ്പിക്കുകയും കറ്റകളാക്കി വരമ്പിലൂടെ തലച്ചുമടായി കൊണ്ടുപോയിരുന്ന പഴയകാലത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കിയുമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. അധ്യാപകർ പാടിക്കൊടുത്ത കൊയ്ത്തുപാട്ടിൻ്റെ ഈണം ഏറ്റുചൊല്ലിയാണ് കുട്ടികൾ കതിരുകൾ മുറിച്ചെടുത്ത് കറ്റകളാക്കിയത്. കറ്റകൾ മെതിക്കുന്നതെങ്ങനെയാണെന്ന് കുട്ടികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ പരിചയപ്പെടുത്തി. കൊയ്ത്തുത്സവത്തിൻ്റെ ഉദ്ഘാടനം ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ അധ്യക്ഷയായി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗം NS ജിഷ്ണു, പ്രധാനാധ്യാപിക CP ഷീജ, PTA പ്രസിഡന്റ് CD പരമേശ്വരൻ, പാടശേഖര കമ്മിറ്റി ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥനും രക്ഷിതാവുമായ വേണു, സഹായി സുരേഷ്, അധ്യാപകരായ സിമി ടീച്ചർ, ഷീല ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. പുന്നൂർക്കുളം ചെറായി AMLP വിളക്കേരി സ്കൂളിൽ ട്രാഫിക് സിഗ്നലുകളും ദിശാസൂചിക ബോർഡുകളും സ്ഥാപിച്ചു. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിനൊപ്പം ട്രാഫിക് നിയമത്തിലും ബോധവൽക്കരണം നൽകുവാൻ വേണ്ടിയാണ് സ്കൂൾ അങ്കണത്തിൽ ട്രാഫിക് സിഗ്നലുകളും ബോർഡുകളും സ്ഥാപിച്ചത്. സൈബർ മീഡിയ വിദ്യാഭ്യാസ പരിശീലകൻ റംഷാദ് അധ്യക്ഷനായ ചടങ്ങ് പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് SI ശിവശങ്കർ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെപ്പറ്റി കുട്ടികളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് സ്കൂൾ ഫണ്ട് ഉപയോഗിച്ച് ഇവ സ്ഥാപിച്ചത്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് സ്കൂൾ അങ്കണത്തിൽ ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. വാർഡ് മെമ്പർ പ്രേമ സിദ്ധാർത്ഥ്, ശോഭ പ്രേമൻ, സ്കൂൾ മാനേജർ മുഹമ്മദ് ഫാറൂഖ്, PTA പ്രസിഡന്റ് ഷാഫി, AD ദനീബ് എന്നിവർ പങ്കെടുത്തു. ഹെഡ്മിസ്റ്റർ റീന സ്വാഗതവും അധ്യാപിക ബീന നന്ദിയും പറഞ്ഞു. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായുള്ള കായികമേളയിൽ പങ്കെടുക്കുന്ന ചൊവ്വന്നൂർ BRC പരിധിയിലെ 50 വിദ്യാർത്ഥികൾക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സ്പോർട്സ് ജേഴ്സിയും ബൂട്ടും സമ്മാനിച്ചു. കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ U മഹേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BPO ഡോക്ടർ P ലിജു, CC ഷെറി, PM ശ്രീനേഷ്, ജിനേഷ് തക്കേക്കര, ഡെജോ ചീരൻ, ഗിൽബർട്ട് S പാറമേൽ, ജിനീഷ് നായർ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ മണിമലർക്കാവ് കുംഭഭരണി മഹോത്സവ ദിനത്തിൽ DYFI വേലൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ സംഭാര വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം ചെയ്തു. CPM വേലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബിൽ ബേബി, DYFI വേലൂർ മേഖലാ സെക്രട്ടറി ബിബിൻ KP, മേഖലാ പ്രസിഡന്റ് വിനിൽ TS തുടങ്ങിയവർ നേതൃത്വം നൽകി. മാറുന്ന വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പെരുമ്പിലാവ് മാർ ഒസ്താത്തിയോസ് ട്രെയിനിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 20-21 തീയതികളിൽ ദേശീയ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെമിനാറിൽ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കമുള്ള പ്രവർത്തകരും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ T ലിംസിയ ജോൺ, വൈസ് പ്രിൻസിപ്പൽ റെജീന C താരു, കോർഡിനേറ്റർ VC ബിനോജ്, ഡോക്ടർ PI വർഗീസ്, ദീപ മേനോൻ, PP ഐശ്വര്യ എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ സെനാറ്റ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് അധ്യക്ഷയായി. PTA പ്രസിഡന്റ് OV ഷനോജ്, MPTA പ്രസിഡന്റ് ഉദയകൃഷ്ണ, പ്രധാന അധ്യാപിക ശ്രീജാബായ്, CRC കോർഡിനേറ്റർ ബിനു ബോബി, സ്റ്റാഫ് സെക്രട്ടറി അനുഗ്രഹ, അധ്യാപിക ശ്രുതി, സ്കൂൾ ലീഡർ K അഭിനന്ദൻ എന്നിവർ സംസാരിച്ചു. വെൽക്കം ഡാൻസ്, റെസിറ്റേഷൻ, കഥ, റോൾ പ്ലേ, ആക്ഷൻ സോങ്, നാടകം, ഫാൻസി ഡ്രസ് തുടങ്ങി നിരവധി കലാപരിപാടികൾ അരങ്ങേറി. സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകളിലേക്കുള്ള പ്ലാൻ ഫണ്ടും മെയിൻ്റനൻസ് ഗ്രാന്റും വെട്ടിക്കുറച്ചതിലും വേലൂർ പഞ്ചായത്ത് ഭരണസമിതി കോൺഗ്രസ് വാർഡുകളുടെ രാഷ്ട്രീയ വിവേചനം കാണിക്കുകയാണെന്നും ആരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫ്രെഡി ജോൺ അധ്യക്ഷത വഹിച്ച ധർണ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി PP രാമചന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാരായ അനിൽ മാസ്റ്റർ, നിതീഷ് ചന്ദ്രൻ, വിജിനി ഗോപി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിവേക് മാക്കേത്ത്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫബിത ജയൻ, തയ്യൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് വേലുക്കുട്ടി, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. കർഷകരുടെ ഗ്രാമീൺ ഭാരത് ബന്ദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കർഷക കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. പൂവത്തൂരിൽ നടന്ന ഐക്യദാർഢ്യ സദസ്സ് DCC സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് KB ബാബുരാജ് അധ്യക്ഷനായി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് OJ ഷാജൻ മാസ്റ്റർ, പാവർട്ടി പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജെറോം ബാബു, കോൺഗ്രസ് എളവള്ളി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CD ആന്റോ എന്നിവർ സംസാരിച്ചു. സുബിരാജ് തോമസ്, NK സുലൈമാൻ, ജോഷി കൊമ്പൻ, മോഹനൻ വെട്ടിയാറ, ജിൻഡോ തേറാട്ടിൽ, AA അബ്ബാസ്, ലിജോ പനക്കൽ, ഷാജി മധുക്കര എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ഇടവക ദിനം ഞായറാഴ്ച ആഘോഷിക്കും. ഞായറാഴ്ച രാവിലെ 7:30
തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലെമീസ് മെത്രോപൊലിത്ത വിശുദ്ധ കുർബാന അർപ്പിക്കും. ഇടവക ദിനാഘോഷത്തിന്റെ പതാക മെത്രോപൊലിത്ത ഉയർത്തും. തുടർന്ന് ഇടവകയ്ക്ക് കീഴിലുള്ള 11 കുടുംബ യൂണിറ്റ് അംഗങ്ങൾ അണിനിരന്നുള്ള ഇടവക ദിന റാലി ചാലിശ്ശേരി അങ്ങാടി ചുറ്റി പള്ളിയിലെത്തും. പിന്നീട് ആദ്യ ഫലശേഖര ലേലം വിളിയും ഉണ്ടാകും. ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം മോർ ക്ലെമീസ് മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്യും. വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ അധ്യക്ഷത വഹിക്കും. ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ, ഹോളിലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ചെയർമാൻ ഷെവലിയാർ CE ചാക്കുണ്ണി, ജോസഫ് ചാലിശ്ശേരി എന്നിവർ മുഖ്യാതിഥികളാകും. ചടങ്ങിൽ വിവാഹജീവിതത്തിൽ 35 വർഷം പൂർത്തിയാക്കിയ ഇടവകയിലെ ദമ്പതിമാരെ ആദരിക്കും. ഉച്ചഭക്ഷണത്തിനു ശേഷം യൂണിറ്റ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും സമ്മാനദാനവും തുടർന്ന് സന്ധ്യാപ്രാർത്ഥനയോടെ സമാപിക്കും. വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. CCTV ന്യൂസ് പെരുമ്പിലാവ്. ഡൽഹി ചലോ എന്ന മുദ്രാവാക്യമുയർത്തി രാജ്യതലസ്ഥാനത്ത് കർഷകർ നടത്തിവരുന്ന ഐതിഹാസിക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പഞ്ചതനം സെൻട്രൽ കർഷക സംഘം പഞ്ചതനം മേഖലാ കമ്മിറ്റി പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം CPM പഞ്ചതനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളനൂർ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം പഞ്ചതനം മേഖലാ പ്രസിഡന്റ് KR രനേഷ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കർഷക സംഘ നേതാവ് T അരവിന്ദാക്ഷൻ അഭിവാദ്യം ചെയ്തു. കർഷക സംഘം പഞ്ചതനം മേഖലാ കമ്മിറ്റി സെക്രട്ടറി V ശങ്കരനാരായണൻ, മേഖലാ എക്സിക്യൂട്ടീവ് അംഗം സുഭാഷ് അരിയാടത്ത്, മേഖലാ വൈസ് പ്രസിഡന്റ് AP ബഷീർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ കോട്ടപ്പടി RCUP സ്കൂൾ വാർഷികാഘോഷം നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് മുഖ്യാതിഥിയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ CF റോബിൻ, PTA പ്രസിഡന്റ് KM മുകേഷ്, MPTA പ്രസിഡന്റ് നസീമ VK, സോഫി, CD ജെസി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികൾ അരങ്ങേറി. LP വിദ്യാർത്ഥികൾക്കായുള്ള LSS സ്കോളർഷിപ്പ് പരിശീലന പരിപാടി ദിശ 2024 LSS പഠനകളരി പഴഞ്ഞി വൊക്കേഷണൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. രാവിലെ 10 മണിക്ക് PTA പ്രസിഡന്റ് PM അലിയുടെ അധ്യക്ഷതയിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്റ്റർ മേഴ്സി മാത്യു, അധ്യാപിക സുജ എന്നിവർ സംസാരിച്ചു. വിവിധ സ്കൂളുകളിലെ 65ഓളം കുട്ടികൾ രജിസ്റ്റർ ചെയ്തു. സ്കോളർഷിപ്പ് ട്രെയിനിംഗ് ഫാക്കൽറ്റി ഷിബിൻ രാജ് പഠനകളരിക്ക് നേതൃത്വം നൽകി. തിരുവനന്തപുരത്തെ സാറാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോളേജിൽ സംഘടിപ്പിച്ച സ്റ്റോഗോ ഫെസ്റ്റ് 2024 എക്സിബിഷനിൽ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾ 2 കാറ്റഗറികളിലായി 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. കാറ്റഗറി 3-ൽ സ്റ്റിൽ മോഡൽ അവതരിപ്പിച്ച അബ്ദുൽ ബാസിദ്, മുഹമ്മദ് ഷയാൻ ഷമീർ എന്നിവർക്ക് 2ാം സ്ഥാനവും കാറ്റഗറി 1-ൽ വർക്കിംഗ് മോഡൽ അവതരിപ്പിച്ച ഷഹരിയാർ MK, അഹമ്മദ് ഹസനുൽ ബന്ന, ഫസൽ ഫഹദ് എന്നിവർക്ക് 3ാം സ്ഥാനവും ലഭിച്ചു. വിജയികളായവർക്ക് ISRO മുൻ ചെയർമാൻ G മാധവൻ നായർ മെഡലുകളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. വിജയികളായ വിദ്യാർത്ഥികളെ അൻസാർ സ്കൂൾ CEO ഡോക്ടർ നജീബ് മുഹമ്മദ്, പ്രിൻസിപ്പൽ ഷിഹാബുദ്ദീൻ പുലത്ത്, വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ, സെക്ഷൻ ഹെഡ് സാജിദ റസാഖ്, ATL അധ്യാപകരായ ഷാസിയ, സുഖൈന എന്നിവർ അനുമോദിച്ചു. യൂത്ത് കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ വിവിധയിടങ്ങളിൽ കൃപേഷ് ശരത് ലാൽ രക്തസാക്ഷിത്വ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേച്ചേരി ലീഡർ സ്ക്വയറിൽ നടന്ന സ്മൃതി സംഗമം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM ഹാറൂൺ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രേഷ്മ അരുൺ, ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അഖിൽ ബാബുരാജ് എന്നിവർ മുഖ്യാതിഥികളായി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി, ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് RM ബഷീർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി മുബാറക് കേച്ചേരി, DCC മെമ്പർ MA സുബൈർ, പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രണവ് കല്ലാറ്റ്, മണ്ഡലം ജനറൽ സെക്രട്ടറി CM നജീബ്, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ ബാലചന്ദ്രൻ പോലോത്ത്, VK സുനിൽകുമാർ, ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് TV മോഹനൻ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബെൻഹാർ ചിറ്റിലപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവ് സെന്ററിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഹക്കീം MH അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കമറുദ്ദീൻ, മണ്ഡലം സെക്രട്ടറിമാരായ ദീപൻ പാതക്കര, റസാഖ് കരിക്കാട്, സുലൈമാൻ കൊരട്ടിക്കര തുടങ്ങിയവർ രക്തസാക്ഷികളെ അനുസ്മരിച്ചു. നിഹാൽ തിപ്പലശ്ശേരി, റിൻഷാദ ആൽത്തറ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മണ്ഡലം സെക്രട്ടറി സജാദ ആൽത്തറ സ്വാഗതവും വൈസ് പ്രസിഡന്റ് മനു ആർ മുരളി നന്ദിയും പറഞ്ഞു. SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി 22 തൃശൂർ ജില്ലയിൽ
പ്രവേശിക്കുന്നതിന്റെ ഭാഗമായി SDPI ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന 2 ദിവസത്തെ ജാഥ പ്രചരണം ഗുരുവായൂർ മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി അണ്ടത്തോടെ സമാപിച്ചു. ഫെബ്രുവരി 15-ന് ഗുരുവായൂർ കിഴക്കേനടയിൽ നിന്ന് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വടക്കൂട്ട് ജാഥ ക്യാപ്റ്റൻ യഹിയ മന്ദലാംകുന്നിലെ പതാക കൈമാറിയാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത്. ഗുരുവായൂർ ചാവക്കാട് മുനിസിപ്പാലിറ്റികളിലും വിവിധ പഞ്ചായത്ത് പരിധികളിലും ജാഥ പര്യടനം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി KV നാസർ, ജില്ലാ ട്രഷറർ TM അക്ബർ, മണ്ഡല നേതാക്കളായ ജബ്ബാർ അണ്ടത്തോട്, ഡോക്ടർ സക്കീർ ഹുസൈൻ, ആഷിഫ് പാപ്പാളി, നൌഫൽ അഗലാട്, ഇല്യാസ് ബേബി, സുധീർ മണത്തല, അയ്യൂബ് പെരിയമ്പലം, സുബൈർ ഐനിക്കൽ, നാസർ ചാവക്കാട്, നവാസ് വടക്കേക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിപണി വസ്ത്രങ്ങൾ ഏറ്റവും വിലക്കുറവിൽ ലഭ്യമാക്കിക്കൊണ്ട് ഓഫർ പൂരവുമായി വിറ്റഴിക്കൽ മഹാമഹം ചാവക്കാട് പ്രവർത്തനം ആരംഭിച്ചു. ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരത്തിന് പിൻവശം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർമാൻ KK മുബാറക് ആദ്യ വിൽപ്പന നിർവഹിച്ചു. AB ഫ്രാൻസിസ്, കൌൺസിലർ RM ഉമ്മർ, ബ്ലോഗർ ഹക്കീം മണ്ണാർക്കാട്, ശരത്ത് മണ്ണാർക്കാട്, മുഹമ്മദ് സാലി, റാഷിദ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വസ്ത്രങ്ങളുടെ മഹാ അത്ഭുതമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എല്ലാത്തരം ജെന്റ്സ്, ലേഡീസ്, കിഡ്സ്, ഫാഷൻ വസ്ത്രങ്ങളുടെ വലിയ ശേഖരമാണ് ഏറ്റവും വിലക്കുറവിൽ ഇവിടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ, ലേറ്റസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങൾ ഉൽപാദന കേന്ദ്രങ്ങളിൽ സർപ്ലസ് ആയി വരുന്നവയാണ് 49 രൂപ മുതൽ 499 രൂപയിൽ താഴെ വിലകളിൽ മാത്രം വിറ്റഴിക്കുന്നത്. ബ്രാൻഡഡ് ഗേൾസ് ആൻഡ് ബോയ്സ് ഷർട്ട് 199 രൂപ മാത്രം, ഗേൾസ് ജെഗിൻസിന് 249 രൂപ മുതൽ, മെൻസ് ഫോമൽ ഷർട്ട് 249 രൂപ മാത്രം. കൂടാതെ വെസ്റ്റേൺ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ 499 രൂപയിൽ താഴെ വിലകളിൽ ലഭ്യമാകും. ബ്രാൻഡഡ് ടീഷർട്ട്, കാഷ്വൽ ഷർട്ട്, ലേഡീസ് റയോൺ കുർത്തികൾ തുടങ്ങിയവ 99 രൂപയ്ക്ക്. കൂടാതെ ബെഡ്ഷീറ്റ്, ബ്രാൻഡഡ് തിരുപ്പൂർ വസ്ത്രങ്ങൾ, ബ്ലാങ്കറ്റ് എന്നിവയും ഏറ്റവും വിലക്കുറവിൽ ഇവിടെ ലഭ്യമാണ്. ഡൽഹി, കൊൽക്കത്ത, ജയ്പൂർ, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ് തുടങ്ങിയ ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നുള്ള വസ്ത്രങ്ങളാണ് ഓഫർ പൂരവുമായി വിറ്റഴിക്കുന്നത്. ഇന്ന് തന്നെ സന്ദർശിക്കൂ വസ്ത്രങ്ങളുടെ മഹാത്ഭുതം. ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരത്തിന് പിൻവശം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം. വിശാലമായ പാർക്കിംഗ് സൗകര്യവും എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. മുണ്ടത്തിക്കോട് പാതിരാക്കൂട്ടുകാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന പൊങ്കാല മഹോത്സവത്തിന് ആരംഭം കുറിച്ച് കലാപരിപാടികൾ ആരംഭിച്ചു. ക്ഷേത്രം ശാന്തി ഉണ്ണിവേലൂർ ഭദ്രദീപം തെളിയിച്ച് പ്രസിഡന്റ് K ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു. കോമരം M വാസുദേവൻ, തച്ചങ്കോട്ട് വിജയൻ, M ഗംഗാധരൻ, ശശി പൂലോത്ത്, വേണുഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. 19-ാം തീയതി തിങ്കളാഴ്ചയാണ് മഹാപൊങ്കാല. ഗുജറാത്തിൽ നടക്കുന്ന 17ാമത് ദേശീയ അന്തർജില്ലാ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ പെരുമ്പിലാവിലെ അൻസാർ സ്പോർട്സ് അക്കാദമിയിലെ 7 പേർ പങ്കെടുക്കുന്നു. അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ കായിക വിഭാഗ മേധാവിയും അൻസാർ സ്പോർട്സ് അക്കാദമി കോർഡിനേറ്ററുമായ KA അബൂബക്കറാണ് തൃശൂർ ജില്ലാ മാനേജറായി പങ്കെടുക്കുക. അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഫുവാദ് സനിനാണ് സംസ്ഥാന പതാകയേന്തി മാർച്ച് പാസ്റ്റ് നയിച്ചത്. സംഘത്തെ സ്കൂൾ മാനേജ്മെന്റ്, CEO, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ജൂനിയർ പ്രിൻസിപ്പൽ എന്നിവർ അനുമോദിച്ചു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5700 രൂപ, സ്വർണം പവന് 45,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 78 രൂപ. ചർമ്മം കുന്നംകുളം ഗുരുവായൂർ റോഡിൽ പരേതനായ അന്തിക്കാട്ട് മജിസ്ട്രേറ്റ് തോമസിന്റെ ഭാര്യ എലിസബത്ത് നിര്യാതയായി. 91 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് CSI സെന്റ് പോൾസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. തോമസ് വർഗീസ്, തോമസ് ജേക്കബ്, മറിയം തോമസ്, തോമസ് മാത്യു എന്നിവർ മക്കളാണ്. അഞ്ഞൂർ കമ്പനിപ്പടി ബാലാജി ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമ പന്തായിൽ പരേതനായ ബാലൻ മകൻ സുരേഷ് നിര്യാതനായി. 55 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രശ്മി ഭാര്യയും പുണ്യമകളുമാണ്. ഗുരുവായൂർ ഇരിങ്ങപ്പുറം ചരുവിള പുത്തൻ വീട്ടിൽ ബാലകൃഷ്ണപിള്ള നിര്യാതനായി. 90 വയസ്സായിരുന്നു. ഗോമതി അമ്മയാണ് ഭാര്യ. ഉഷാകുമാരി, ഷീലാദേവി, ബാഹുലയൻ എന്നിവർ മക്കളാണ്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11:30 ഗുരുവായൂർ നഗരസഭാ ശ്മശാനത്തിൽ നടക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കുന്നംകുളം പട്ടാമ്പി റോഡിലെ സപ്ലൈകോയുടെ വെയർഹൌസ് ഗോഡൌണിൽ തീപിടുത്തം. ചാക്കുകളിലാക്കി സൂക്ഷിച്ച അരി, ഗോതമ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കത്തിനശിച്ചു. ലഹരി ഉപയോഗിച്ച് ഡ്രൈവിംഗ്. കുന്നംകുളത്തെ ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ബസ്സുകളും കസ്റ്റഡിയിലെടുത്തു. പരിശോധനകൾ തുടരുമെന്ന് പോലീസ്. എരുമപ്പെട്ടി കടങ്ങൂർ റോഡ് സെന്ററിൽ പ്രവർത്തിക്കുന്ന ഏതൻസ് ഫുഡ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയ ബീഫ് റോസ്റ്റിൽ ചത്ത പഴുതാര. സ്ഥാപനം ആരോഗ്യവകുപ്പ് പൂട്ടിച്ചു.
മണത്തല മുല്ലത്തറ വളവ് മരണക്കെണിയാകുന്നു. ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പാലയൂർ പിലാക്കൽ 60 വയസ്സുള്ള റഷീദാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv.online.tv. നമസ്കാരം.